എല്ലാവർക്കും നമസ്കാരം. വരാനിരിക്കുന്ന ചന്ദ്രദിനവുമായി ബന്ധപ്പെട്ട് സ്കൂളുകളിലും കോളേജുകളിലുമൊക്കെ നടക്കുന്ന ക്വിസ് മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്കും അതുപോലെ പൊതുവിജ്ഞാനം വളർത്താൻ ആഗ്രഹിക്കുന്നവർക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന ഒരു അടിപൊളി ക്വിസുമായാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയതിന്റെ ഓർമ്മ പുതുക്കുന്ന ഈ ദിനത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 50 ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സ്കൂൾ ക്വിസുകളിൽ സ്ഥിരമായി ചോദിക്കാറുള്ള ചോദ്യങ്ങൾ ഇതിലുണ്ട്. അതുകൊണ്ട് വീഡിയോ മുഴുവനായി കാണുക, നിങ്ങളുടെ അറിവ് പരിശോധിക്കുക. 1. ചന്ദ്രദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം ജൂലൈ 20. 2. ഏത് ചരിത്ര സംഭവത്തിന്റെ ഓർമ്മക്കായാണ് ജൂലൈ 20 ചന്ദ്രദിനമായി ആചരിക്കുന്നത്? ഉത്തരം മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയതിന്റെ ഓർമ്മയ്ക്ക് 1969 ജൂലൈ 20. 3. മനുഷ്യനെ ആദ്യമായി ചന്ദ്രനിലെത്തിച്ച ബഹിരാകാശ ദൗത്യം ഏതാണ്? ഉത്തരം അപ്പോളോ 11. അപ്പോളോ 11. 4. ചന്ദ്രനിൽ ആദ്യമായി കാലുകുത്തിയ മനുഷ്യൻ ആര്? ഉത്തരം നീൽ ആംസ്ട്രോങ്. 5. നീൽ ആംസ്ട്രോങ്ങിനു ശേഷം ചന്ദ്രനിലിറങ്ങിയ രണ്ടാമത്തെ മനുഷ്യൻ ആര്? ഉത്തരം ബസ് ആൽഡ്രിൻ. 6. അപ്പോളോ 11 ദൗത്യത്തിൽ നീൽ ആംസ്ട്രോങ്, ബസ് ആൽഡ്രിൻ എന്നിവർക്കൊപ്പമുണ്ടായിരുന്ന മൂന്നാമത്തെ ബഹിരാകാശ സഞ്ചാരി ആര്? ഉത്തരം മൈക്കൽ കോളിൻസ്. 7. അപ്പോളോ 11 ദൗത്യത്തിൽ മൈക്കൽ കോളിൻസിന്റെ ചുമതല എന്തായിരുന്നു? ഉത്തരം കമാൻഡ് മോഡ്യൂൾ പൈലറ്റ്. ഇദ്ദേഹം ചന്ദ്രനിൽ ഇറങ്ങാതെ നിയന്ത്രണ പേടകത്തിൽ ചന്ദ്രനെ വലം വയ്ക്കുകയായിരുന്നു. 8. അപ്പോളോ 11 പേടകം വിക്ഷേപിച്ച ബഹിരാകാശ ഏജൻസി ഏത്? ഉത്തരം നാസ. നാസ, അമേരിക്ക. 9. നീൽ ആംസ്ട്രോങ്ങും സംഘവും ചന്ദ്രനിലിറങ്ങിയ പേടകത്തിന്റെ ലൂണർ മോഡ്യൂൾ പേരെന്തായിരുന്നു? ഉത്തരം ഈഗിൾ. ഈഗിൾ. 10. അപ്പോളോ 11 പേടകം വിക്ഷേപിക്കാൻ ഉപയോഗിച്ച കരുത്തുറ്റ റോക്കറ്റ് ഏതാണ്? ഉത്തരം സാറ്റേൺ 5, സാറ്റേൺ വി. 11. മനുഷ്യന് ഇതൊരു ചെറിയ ചുവടുവെപ്പ്, എന്നാൽ മനുഷ്യരാശിക്ക് ഇതൊരു വൻ കുതിച്ചുചാട്ടമാണ്. ഈ പ്രശസ്തമായ വാചകം ആരുടേതാണ്? ഉത്തരം നീൽ ആംസ്ട്രോങ്. 12. നീൽ ആംസ്ട്രോങ്ങും ബസ് ആൽഡ്രിനും ചന്ദ്രനിൽ ഇറങ്ങിയ സ്ഥലത്തിന്റെ പേരെന്താണ്? ഉത്തരം പ്രശാന്തിയുടെ കടൽ, സീ ഓഫ് ട്രാങ്ക്വിലിറ്റി. 13. ചന്ദ്രനിൽ ആദ്യമായി സ്ഥാപിച്ച ദേശീയ പതാക ഏത് രാജ്യത്തിന്റേതാണ്? ഉത്തരം അമേരിക്ക, USA. 14. ചന്ദ്രോപരിതലത്തിൽ മനുഷ്യൻ ആദ്യമായി ചെയ്ത കായികം, സ്പോർട്സ് ഏതാണ്? ഉത്തരം ഗോൾഫ്, അപ്പോളോ 14 ദൗത്യത്തിനിടെ അലൻ ഷെപ്പേർഡാണ് ഗോൾഫ് കളിച്ചത്. 15. ചന്ദ്രനിൽ മനുഷ്യൻ നടന്ന ആകെ സമയം എത്ര മണിക്കൂറാണ്? അപ്പോളോ 11. ഉത്തരം ഏകദേശം 2 മണിക്കൂർ 31 മിനിറ്റ്. 16. ബഹിരാകാശത്തെത്തിയ ആദ്യത്തെ മനുഷ്യൻ ആര്? ഉത്തരം യൂറി ഗഗാറിൻ, റഷ്യ. 17. ബഹിരാകാശത്തെത്തിയ ആദ്യ വനിത ആര്? ഉത്തരം വാലന്റീന തെരഷ്കോവ. 18. ബഹിരാകാശത്തെത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ആര്? ഉത്തരം രാകേഷ് ശർമ്മ. 19. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നതാര്? ഉത്തരം ഡോക്ടർ വിക്രം സാരാഭായ്. 20. ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ ഏജൻസിയുടെ പേരെന്താണ്? ഉത്തരം ഇസ്രോ. ഇസ്രോ, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ. 21. ഭൂമിയുടെ ഒരേയൊരു സ്വാഭാവിക ഉപഗ്രഹം ഏതാണ്? ഉത്തരം ചന്ദ്രൻ. 22. ചന്ദ്രനെക്കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേരെന്താണ്? ഉത്തരം സെലനോളജി. സെലനോളജി. 23. ചന്ദ്രനിൽ അന്തരീക്ഷമുണ്ടോ? ഉത്തരം ഇല്ല, വളരെ നേർത്ത എക്സോസ്ഫിയർ മാത്രമേയുള്ളൂ. 24. ചന്ദ്രനിൽ നിന്ന് പ്രകാശം ഭൂമിയിലെത്താൻ എടുക്കുന്ന സമയം എത്ര? ഉത്തരം 1.3 സെക്കൻഡ്. 25. ചന്ദ്രന്റെ ഗുരുത്വാകർഷണബലം ഭൂമിയുടേതുമായി താരതമ്യം ചെയ്യുമ്പോൾ എത്രയാണ്? ഉത്തരം 6/1, 1/6. 26. ഭൂമിയിൽ 60 കിലോഗ്രാം തൂക്കമുള്ള ഒരാൾക്ക് ചന്ദ്രനിൽ എത്ര തൂക്കമുണ്ടായിരിക്കും? ഉത്തരം 10 കിലോഗ്രാം. 27. ചന്ദ്രൻ ഭൂമിയെ ഒരു തവണ വലം വയ്ക്കാൻ എടുക്കുന്ന സമയമെത്ര? ഉത്തരം 27.3 ദിവസം. 28. ചന്ദ്രൻ സ്വന്തം അച്ചുതണ്ടിൽ ഒരു തവണ കറങ്ങാൻ ആത്മഭ്രമണം എടുക്കുന്ന സമയം എത്ര? ഉത്തരം 27.3 ദിവസം. ഇതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ചന്ദ്രന്റെ ഒരു വശം മാത്രം കാണുന്നത്. 29. ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ചന്ദ്രന്റെ പരമാവധി എത്ര ശതമാനം ഭാഗം കാണാൻ സാധിക്കും? ഉത്തരം 59%. 30. ചന്ദ്രനിലെ ഏറ്റവും ഉയർന്ന പർവ്വതം ഏതാണ്? ഉത്തരം ലെയ്ബ്നിറ്റ്സ് പർവ്വതം, മോൺസ് ഹുയ്ജൻസ് ലൈബ്നിറ്റ്സ് മൗണ്ടൻസ്. 31. ഇന്ത്യയുടെ ആദ്യത്തെ ചന്ദ്രദൗത്യത്തിന്റെ പേരെന്താണ്? ഉത്തരം ചന്ദ്രയാൻ 1. 32. ചന്ദ്രയാൻ 1 വിക്ഷേപിച്ച വർഷമേത്? ഉത്തരം 2008 ഒക്ടോബർ 22. 33. ചന്ദ്രനിൽ ജലത്തിന്റെ തന്മാത്രകൾ കണ്ടെത്തിയ ആദ്യ ദൗത്യമേതാണ്? ഉത്തരം ചന്ദ്രയാൻ 1.
34 ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചതെന്ന്? ഉത്തരം 2019 ജൂലൈ 22. 35 ചന്ദ്രയാൻ 2ലെ ലാൻഡറിന്റെയും റോവറിന്റെയും പേരുകൾ എന്തെല്ലാമായിരുന്നു? ഉത്തരം ലാൻഡർ വിക്രം, റോവർ പ്രഗ്യാൻ. 36 ഇന്ത്യ ചരിത്രവിജയം കുറിച്ച ചന്ദ്രയാൻ 3 വിക്ഷേപിച്ച തീയതിയെന്ന്? ഉത്തരം 2023 ജൂലൈ 14. 37 ചന്ദ്രയാൻ 3 ചന്ദ്രന്റെ ദക്ഷിണധ്രുവത്തിൽ വിജയകരമായി സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ തീയതിയെന്ന്? ഉത്തരം 2023 ഓഗസ്റ്റ് 23. 38 ചന്ദ്രന്റെ ദക്ഷിണധ്രുവത്തിൽ പേടകമിറക്കുന്ന ലോകത്തിലെ ആദ്യ രാജ്യമേതാണ്? ഉത്തരം ഇന്ത്യ. 39 ചന്ദ്രയാൻ 3 വിജയകരമായി ലാൻഡ് ചെയ്ത ഓഗസ്റ്റ് 23 ഇന്ത്യയിൽ ഇനിമുതൽ ഏത് ദിനമായാണ് അറിയപ്പെടുന്നത്? ഉത്തരം ദേശീയ ബഹിരാകാശ ദിനം, നാഷണൽ സ്പേസ് ഡേ. 40 ചന്ദ്രയാൻ 3 ലാൻഡ് ചെയ്ത ചന്ദ്രനിലെ ആ സ്ഥലത്തിന് നൽകിയിരിക്കുന്ന പേരെന്താണ്? ഉത്തരം ശിവശക്തി പോയിന്റ്, ശിവ് ശക്തി പോയിന്റ്. 41 ചന്ദ്രയാൻ 2 തകർന്നുവീണ സ്ഥലത്തിന് നൽകിയ പേരെന്താണ്? ഉത്തരം തിരംഗ പോയിന്റ്, തിരംഗ പോയിന്റ്. 42 ചന്ദ്രനിൽ കാലുകുത്തിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാര്? ഉത്തരം ചാർലി ഡ്യൂക്ക്, അപ്പോളോ 16 ദൗത്യം. 43 ഇതുവരെ ആകെ എത്ര പേർ ചന്ദ്രനിൽ ഇറങ്ങിയിട്ടുണ്ട്? ഉത്തരം 12 പേർ, എല്ലാവരും അമേരിക്കക്കാർ. 44 മനുഷ്യൻ അവസാനമായി ചന്ദ്രനിലിറങ്ങിയ ദൗത്യമേതാണ്? ഉത്തരം അപ്പോളോ 17 1972. 45 ചന്ദ്രനിൽ അവസാനമായി കാലുകുത്തിയ മനുഷ്യനാര്? ഉത്തരം ജീൻ സെർനാൻ, ജീൻ സെർനൻ. 46 നാസയുടെ വരാനിരിക്കുന്ന പുതിയ മനുഷ്യനിയന്ത്രിത ചന്ദ്രദൗത്യത്തിന്റെ പേരെന്താണ്? ഉത്തരം ആർടെമിസ്, ആർടെമിസ്. 47 ചന്ദ്രന്റെ മറുപുറത്ത് ഡാർക്ക് സൈഡ് ഓഫ് ദ മൂൺ ആദ്യമായി ഇറങ്ങിയ ചൈനീസ് പേടകം ഏത്? ഉത്തരം ചാങ്-ഇ-4, ചാങ്-ഇ-4. 48 ചന്ദ്രനിലെ വലിയ കുഴികൾ അറിയപ്പെടുന്നത് ഏതു പേരിലാണ്? ഉത്തരം ഗർത്തങ്ങൾ, ക്രേറ്റേഴ്സ്. 49 സൂപ്പർമൂൺ, സൂപ്പർമൂൺ എന്നാൽ എന്താണ്? ഉത്തരം ചന്ദ്രൻ ഭൂമിയോട് ഏറ്റവും അടുത്തുവരുന്ന പൂർണ്ണചന്ദ്രദിനം, വലുപ്പവും പ്രകാശവും കൂടുതലായിരിക്കും. 50 ബ്ലൂമൂൺ, ബ്ലൂമൂൺ എന്നാൽ എന്താണ്? ഉത്തരം ഒരു ഇംഗ്ലീഷ് കലണ്ടർ മാസത്തിൽ തന്നെ വരുന്ന രണ്ടാമത്തെ പൂർണ്ണചന്ദ്രനെയാണ് ബ്ലൂമൂൺ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതാണ് ചന്ദ്രദിനവുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട 50 ചോദ്യങ്ങൾ. സ്കൂളിലെ മത്സരങ്ങൾക്കും ക്വിസുകൾക്കും തയ്യാറെടുക്കാൻ ഈ ചോദ്യങ്ങൾ നിങ്ങളെ ഒരുപാട് സഹായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിൽ എത്ര ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് കൃത്യമായി ഉത്തരം നൽകാൻ കഴിഞ്ഞു എന്ന് താഴെ കമന്റ് ചെയ്യുമല്ലോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലെയുള്ള കൂടുതൽ ഉപകാരപ്രദമായ വീഡിയോകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഒരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.